2026 ഓഗസ്റ്റ് മാസം മുതൽ ബാങ്കിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഓഗസ്റ്റ് 1 മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിൽ സംശയങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഓഗസ്റ്റ് 1 മുതൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. CKYC 2.0 വരികയാണ്. മറ്റു മാറ്റങ്ങളും ഉണ്ട്. മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന് പിഴ ഈടാക്കിയ സംഭവം, സ്ത്രീകൾക്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഇൻഷുറൻസ് തുടങ്ങിയ അറിയിപ്പുകളും ഉണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇതിൽ ആദ്യത്തെ അറിയിപ്പ് CKYC 2.0 തന്നെയാണ്. രാജ്യത്തെ സാമ്പത്തിക രംഗത്തും ബാങ്കിംഗ് സേവനങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന CKYC 2.0 അഥവാ സെൻട്രൽ നോ യുവർ കസ്റ്റമർ ഓഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കുകയാണ്. പുതിയ അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുന്നതിനും ഓരോ സ്ഥാപനത്തിലും വ്യക്തിഗത രേഖകൾ നൽകുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമാണ് ഇത് നടപ്പിലാക്കുക. തുടർന്ന് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും വർഷാവസാനത്തോടെ ഇതിന്റെ ഭാഗമാകും. നിലവിൽ ഏകീകൃത രജിസ്ട്രിയിൽ 120 കോടിയോളം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലഭ്യമാണ്. എങ്കിലും വിവരങ്ങളിലെ അപൂർണതയും ആവർത്തനവും കാരണം ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നില്ല. പുതിയ CKYC 2.0 ക്രമീകരണത്തിൽ വിവരങ്ങളുടെ കൃത്യത വ്യക്തമാക്കുന്ന കോൺഫിഡൻസ് സ്കോർ ഉൾപ്പെടുത്തും. ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP വഴി ഉപഭോക്താവിന്റെ സമ്മതം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്രീകൃത രജിസ്ട്രിയിൽ നിന്നും സ്ഥാപനങ്ങൾ തട്ടിപ്പുകൾ തടയുന്നതിനും നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ രീതി സഹായിക്കും. സിംഗപ്പൂർ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഏകീകൃത ഡിജിറ്റൽ ഐഡന്റിറ്റി മാതൃകയിലാണ് ഇന്ത്യയിലും ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്ത് സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കൂടുതൽ ആളുകളെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സാമ്പത്തിക സേവനങ്ങളിലേക്ക് ആകർഷിക്കാനും പുതിയ മാറ്റം ഉപകരിക്കും. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് 31 വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയത് 7000 കോടി രൂപ. കൂടുതൽ തുക ഈടാക്കിയത് സ്വകാര്യ ബാങ്കുകളാണ്. സേവിങ്സ് കറന്റ് അക്കൗണ്ടുകളിൽ മിനിമം ശരാശരി ബാലൻസ് നിലനിർത്താത്തവരിൽ നിന്നാണ് വൻ പിഴ ഈടാക്കിയിരിക്കുന്നത്. സ്വകാര്യ ബാങ്കുകൾ ആകെ ഈടാക്കിയിരിക്കുന്നത് 4948.71 കോടി രൂപയാണ്. ഇതിൽ HDFC ബാങ്ക് മാത്രം 1798.14 കോടി രൂപയും വാങ്ങിയിട്ടുണ്ട്. ആക്സിസ് ബാങ്ക് 1081.33 കോടി രൂപയും പിഴയായി ഈടാക്കിയിട്ടുണ്ട്. 19 സ്വകാര്യ ബാങ്കുകളിലെ മൊത്തം തുകയുടെ 58% HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഈടാക്കിയിരിക്കുന്നത്. 2137.92 കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കുകൾ മൊത്തം പിഴയായി ഈടാക്കിയിട്ടുള്ളത്. എന്നാൽ പിഴ ബാധകമല്ലാത്ത അക്കൗണ്ടുകളുണ്ട്. എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും ഇത്തരം പിഴ ബാധകമല്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുള്ളവർക്കും പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട് ഉള്ളവർക്കും പിഴ ഈടാക്കില്ല. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ ഉയർന്ന പലിശയും സൗജന്യ ഇൻഷുറൻസും സർക്കാരിന്റെ മറ്റ് ഇളവുകളും ലഭിക്കും. സാധാരണ അക്കൗണ്ടുകളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കായുള്ള സ്പെഷ്യൽ അക്കൗണ്ടുകളിൽ പ്രതിമാസം നിലനിർത്തേണ്ട മിനിമം ബാലൻസ് തുക കുറവായിരിക്കും. ചില ബാങ്കുകൾക്ക് വനിതകൾക്ക് 0 ബാലൻസ് അക്കൗണ്ട് സൗകര്യം നൽകുന്നുണ്ട്. അവർക്ക് അക്കൗണ്ടിൽ പണം ഇല്ലാത്തതിന്റെ പേരിൽ പിഴ അടയ്ക്കേണ്ടി വരില്ല. മാത്രമല്ല, ഭവന വായ്പകൾ, വാഹന വായ്പകൾ, ബിസിനസ് വായ്പകൾ എന്നിവയിൽ സ്ത്രീകൾക്ക് വായ്പാ പലിശ നിരക്കിലും അഡ്മിനിസ്ട്രേഷൻ ചാർജുകളിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരം സേവനങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരുടെ പേരിൽ അക്കൗണ്ട് ആവശ്യമാണ്. ഇതിലൂടെയുള്ള നേട്ടങ്ങൾ ഡിപ്പോസിറ്റുകൾക്ക് കൂടുതൽ പലിശ ലഭിക്കുന്നതാണ്. ചില ബാങ്കുകൾ സ്ത്രീകളുടെ പേരിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്കും
ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും സാധാരണത്തെക്കാൾ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല, സ്ത്രീകൾക്കായി നൽകുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴി ഷോപ്പിംഗ്, ഗ്രോസറി, ഹെൽത്ത് കെയർ, സിനിമാ ടിക്കറ്റുകൾ എന്നിവയിൽ കൂടുതൽ ക്യാഷ് ബാക്കുകളും ഡിസ്കൗണ്ടുകളും ലഭിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയാണ്. പല ബാങ്കുകളും സ്ത്രീകളുടെ അക്കൗണ്ടുകൾക്കൊപ്പം സൗജന്യ വ്യക്തിഗത അപകട ഇൻഷുറൻസ് നൽകുന്നുണ്ട്. ആശുപത്രി ചെലവുകൾക്കും പരിരക്ഷ സൗജന്യമായി നൽകി വരുന്ന അക്കൗണ്ടുകളും ഉണ്ട്. ഇതൊന്നും കൂടാതെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ഉണ്ട്. കുടുംബശ്രീ, മറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വയം തൊഴിൽ വായ്പകൾ, സബ്സിഡികൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയുടെ തുക തടസ്സമില്ലാതെ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കാൻ സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ സഹായിക്കുന്നു. അവ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങൾ അവരുമായി ചോദിച്ച് മനസ്സിലാക്കുക. പുതിയ അക്കൗണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ലഭ്യമായ ബാങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അക്കൗണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം, PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യുക. KYC ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ അതും ചെയ്യാൻ മറക്കരുത്. ഇത്തരം ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷൻ, കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷന്റെ 300 രൂപ, 200 രൂപ, 500 രൂപ ബാക്കി, BVG, റാംജി, പുതിയ തൊഴിലുറപ്പ് വേതനം, മറ്റ് സർക്കാർ സഹായങ്ങൾ ഇവയെല്ലാം ലഭിക്കുന്നതിന് തടസ്സമാകും. ബാങ്ക് അക്കൗണ്ടുകൾ നിർജീവമാണെങ്കിൽ അത് സജീവമാക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ.